നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ മുണ്ടക്കയം. കേരളത്തിലെ മുതിർന്ന പത്രപ്രവർത്തകൻ പത്രപ്രവർത്തനത്തിൽ തൻ്റെതായ ഒരു ശൈലി ഉറപ്പിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു പാത വെട്ടിത്തുറന്ന അങ്ങയുടെ പല എഴുത്തുകളും അങ്ങയുടെ പല റിപ്പോർട്ടുകളും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും ഒക്കെ പിടിച്ചു കൊടുക്കുന്നതായിരുന്നു. പഴയകാല പത്രപ്രവർത്തനത്തിന്റെ ഒരു കരുത്തിന്റെ പര്യായമാണ് ശ്രീ ജോൺ മുണ്ടക്കയം. ഈ അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക രചനാവേളയിൽ പുസ്തകത്തിൽ ചില ചരിത്ര സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. സോളാർ സമരം കേരളം വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കണ്ട ആ സോളാർ സമരം ഒത്തുതീർപ്പാക്കിയതിന് പിന്നിലെ ആ രഹസ്യങ്ങളുടെ ചുരുൾ നിവർത്തിയപ്പോൾ ഒരുപക്ഷെ സ്തബ്ധരായി നിന്നു പോയത് CPM നേതാക്കൾ മാത്രമായിരിക്കില്ല, കേരളത്തിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരുമായിരിക്കാം. ജോൺ ബ്രിട്ടാസ് തന്റെ ഇടപെടലുകൾ പിന്നീട് നിരാകരിച്ചുവെങ്കിലും ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടലുകൾ കൃത്യമായി അക്കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായി. വീണ്ടും ഇതാ ഉമ്മൻചാണ്ടി എന്ന ആ വലിയ നേതാവിന്റെ മുഖം തെളിഞ്ഞു വരുന്നു. ഇന്നലെ വിഴിഞ്ഞത്ത് പുതിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചതേയില്ല. ഉമ്മൻചാണ്ടിക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടപെടലുകളെ കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ ആ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പിണറായി വിജയൻ പരാമർശിച്ചില്ലെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹം ഇന്നലെ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ആ വ്യക്തിത്വത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണ നിർവഹണ കാര്യപ്രാപ്തിയെ കുറിച്ചുമായിരുന്നു. വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ആ മുഖം തെളിഞ്ഞു വരുമ്പോൾ എന്താണ് അങ്ങയുടെ മനസ്സിൽ ആ മുതിർന്ന നേതാവിനെ കുറിച്ചുള്ള ചിന്ത? സോളാർ സമരം ആക്ഷേപങ്ങളുടെ കുന്തമുന ഉമ്മൻചാണ്ടിയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ വിഴിഞ്ഞം ഹാർബർ ഇടപാടിൽ 6000 കോടി രൂപയുടെ തട്ടിപ്പും അഴിമതിയുമാണെന്ന് ഇടതുപക്ഷം ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടി അത്ര വലിയ ഒരു ഭീകരനായിരുന്നു? എന്തായിരുന്നു അങ്ങയുടെ ഒരു പഠനത്തിൽ, നിരീക്ഷണത്തിൽ, പുസ്തകത്തിൽ തെളിഞ്ഞു വരുന്നത്? ഉമ്മൻചാണ്ടിയുമായി എനിക്കൊരു 3.5 പതിറ്റാണ്ട് കാലത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തെ MLA ആയിട്ടറിയാം, UDF കൺവീനറായിട്ടറിയാം, ധനമന്ത്രി ആയിരുന്ന സമയത്തറിയാം, മുഖ്യമന്ത്രിയായി ഇരുന്ന സമയത്തറിയാം. ഉമ്മൻചാണ്ടി ഒരു വളരെ സമർത്ഥനായ, പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമായിരുന്നു. അക്കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. അതേസമയം തന്നെ അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു. 24 മണിക്കൂറും ജനങ്ങളുമാരുടെ ഇടയിൽ പ്രവർത്തിക്കുക, 24 മണിക്കൂറും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണാനുള്ള മനസ്സ് കാണിക്കുക, അവരുടെ വേദനകളിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ ആശ്വസിപ്പിക്കുക. അങ്ങനെ ഒരു നേതാവിനെയാണ് ഞാൻ ഉമ്മൻചാണ്ടിയിൽ എപ്പോഴും കണ്ടിട്ടുള്ളത്, എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ 2 ഭാഗങ്ങൾ. ഒന്ന്, ഈ ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ. ഉമ്മൻചാണ്ടി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഒരു പ്രത്യേകതയുള്ളത്, ചില ആളുകൾ എല്ലാവരും നല്ല ഭരണാധികാരികൾ പലരും ഉണ്ട്, പക്ഷെ ചിലരൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ 10 വട്ടം ആലോചിച്ച് ഇത് വേണോ വേണ്ടയോ, ഇതെന്റെ പ്രതിച്ഛായ ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് അവർ തീരുമാനം എടുക്കത്തില്ല. പക്ഷെ ഉമ്മൻചാണ്ടി പറയുന്നത്, ഞാൻ 10 തീരുമാനം എടുക്കും, ചിലപ്പോൾ അതിനകത്ത് 1-2 തെറ്റിപ്പോകും, പക്ഷെ 10 തീരുമാനം ഞാൻ എടുത്തില്ലെങ്കിൽ ഈ 8 ശരിയായ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു നേതാവാണ്. അതായത് 2 തീരുമാനം തെറ്റിപ്പോകുമ്പോൾ പുള്ളിക്കുണ്ടാകുന്ന ആ തിരിച്ചടി പോലും പുള്ളിക്ക് പ്രശ്നമല്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ആ ഒരു വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിൽ വന്ന ഒരു സർക്കാരിനെ 5 വർഷം കൊണ്ടുപോകുന്ന സമയത്ത് കേരളത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് കൊണ്ടുവന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവന എന്താണെന്നുള്ളത് ആരെല്ലാം മറച്ചു വെച്ചാലും സംസ്കരിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി വന്നത്, അല്ല അദ്ദേഹം എടുത്ത ഇനിഷ്യേറ്റീവ് എന്താണ്, അതിനകത്ത് ഇവിടുത്തെ MP ശശി തരൂർ എടുത്ത ഇനിഷ്യേറ്റീവ് എന്താണ്, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ തമസ്കരിക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലുണ്ടായ ഏറ്റവും വലിയ. 2016 തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ആ ഭരണ കാലഘട്ടം വാസ്തവത്തിൽ ഉമ്മൻചാണ്ടി എന്ന വിഗ്രഹത്തെ ശരിക്കും തച്ചുടയ്ക്കാൻ അന്നത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ലേ? അതല്ലേ പിണറായി വിജയൻ
ഭരണത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം സോളാർ ആരോപണവും വിഴിഞ്ഞം പദ്ധതി എന്നല്ല നിരവധി പദ്ധതികളിൽ ഉമ്മൻചാണ്ടി കൈക്കൂലി വാങ്ങുന്നു, അഴിമതി കാട്ടുന്നു. ആ UDF സംവിധാനം ആകെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ് എന്ന് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അന്നത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഇടതുപക്ഷം വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഉമ്മൻചാണ്ടി എന്ന നേതാവ് ആ 16 മുതലുള്ള കാലഘട്ടത്തില് അതിന്റെ തുടക്കത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് കേരളത്തിലുണ്ടാക്കിയ മാറ്റം, വികസന രംഗത്തുണ്ടാക്കിയ മാറ്റം, ജനങ്ങളുമായി ഈ താതാത്മ്യം പ്രാപിക്കുന്നതിനുണ്ടാക്കിയ മാറ്റം, പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനുള്ള ആ ഒരു വലിയൊരു സംഭാവന. അതുപോലെ തന്നെ ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് വഴി ഇവിടുത്തെ ഇടത്തരക്കാരും പിന്നെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും അദ്ദേഹത്തെ സ്വീകാര്യനായ ഒരു അവസ്ഥയിൽ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായിട്ട് തകർക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം അത് പിന്നീട് ഞാൻ ഈ പ്രതിപക്ഷത്തിരുന്ന ആളുകളും പ്രതിപക്ഷത്തു നിന്ന് പിന്നീട് ഇപ്പോഴത്തെ അതായത് അന്നത്തെ പ്രതിപക്ഷം LDF നിന്ന് UDF വന്ന ആളുകളുമായിട്ടൊക്കെ ഞാൻ പിന്നീട് സംസാരിച്ചപ്പം അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ തകർത്തില്ലെങ്കിൽ UDF തകർക്കാൻ പറ്റില്ല, UDF തകർത്തില്ലെങ്കിൽ അടുത്ത തവണ UDF അധികാരത്തിൽ വരും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ തകർക്കുക എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ സോളാർ കേസ് ഇങ്ങനെ പൊരിപ്പിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഉമ്മൻചാണ്ടിയെ തകർത്തതിലൂടെയല്ലേ വീണ്ടും പിണറായി വിജയൻ വാസ്തവത്തിൽ ഒരു തുടർ ഭരണത്തിൽ എത്തിയത്? രണ്ടാമത്തെ തവണയും അത് തന്നെയാണ്. രണ്ടാമത്തെ തവണയെ കുറിച്ച് ഞാൻ അത്രയും പറയുന്നില്ല. എങ്കിൽ പോലും ആദ്യ തവണ ഉമ്മൻചാണ്ടിയെ ഒരു വലിയൊരു അഴിമതിക്കാരനായി, വലിയൊരു പിന്നെ സ്ത്രീ പീഡകനായിട്ടും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ക്രെഡിബിലിറ്റി തകർത്തിട്ട് തന്നെയാണ് ഈ അന്ന് LDF അധികാരത്തിൽ വരുന്നത്. ആദ്യം അവര് സാമ്പത്തിക ആരോപണം മാത്രമാണ് കൊണ്ടുവന്നത്. അത് അസംബ്ലിയിലെ അന്നത്തെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അന്നത്തെ പ്രമുഖ നേതാക്കളെ LDF നേതാക്കളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്ത് സ്ത്രീ വിഷയം ഒന്നും പറയുന്നില്ല, ഞങ്ങൾ സാമ്പത്തിക ആരോപണം പറയുന്നത്. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നു. സർക്കാരിന്റെ ഖജനാവിൽ നാളെ ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെട്ടു. ഇതിന്റെ ഉത്തരവാദി ഇവിടുത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ രാജിവെക്കണം എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഈ സ്ത്രീ പീഡനം എന്ന രണ്ടാമത്തെ, അത് വളരെ കൃത്യമായിട്ട് അതിന്റെ ആ റെവല്യൂഷൻ നോക്കിയാൽ അറിയാം, വളരെ പെട്ടെന്ന് അത് ആ രീതിയിലേക്ക് അത് മാറ്റുകയാണ് ചെയ്തത്. അപ്പം ഈ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി എന്ന് പറയുന്നിടത്ത് അവസാനം കണ്ടെത്തിയ എന്താ, 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ആരോപണവിധേയരായ ആൾക്കാർക്ക് ഉമ്മൻചാണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചവര് അവസാനം അന്വേഷിച്ച് വന്നപ്പം ഒരു ഉത്തരവ് പോലും, ഒരു കടലാസ് കഷ്ണം പോലും അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ആരോപണം പൊളിഞ്ഞപ്പോഴാണ് രണ്ടാമത് ഈ ലൈംഗിക ആരോപണം കൊണ്ടുവരുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി അതൊന്നും ഗൗരവമായിട്ട് എടുത്തില്ല. ഉമ്മൻചാണ്ടി വിചാരിച്ചു ഞാനൊരു തെറ്റും ചെയ്തില്ല, അതുകൊണ്ട് എന്നെ ഒരു അന്വേഷണവും ബാധിക്കില്ല എന്നുള്ള മറ്റൊരു ഉദാസീന സമീപനം എടുത്തതിന്റെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഈ സോളാർ സമരം ഇടതുപക്ഷം ശക്തിപ്പെടുത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ നേർക്ക് ഒരുപാട് ചൂണ്ടുവിരലുകൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ നീണ്ടുവരുന്നു. വാസ്തവത്തിൽ അതിൽ അന്നത്തെ UDF നേതാക്കൾക്കും ചെറുതല്ലാത്ത പങ്കില്ലേ ഉമ്മൻചാണ്ടി അത്രയേറെ പ്രതിസ്ഥാനത്തേക്ക് തള്ളിയിടാൻ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. PC ജോർജ് അതിനകത്തൊരു വലിയ റോൾ എടുത്ത ഒരാളാണ്. അതെ. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഗണേഷ് കുമാർ അതിനകത്ത് റോൾ എടുത്ത ഒരാളാണ്. അപ്പം UDFന്റെ ആൾക്കാര് തന്നെയാണ് ഇതിനുള്ള സാഹചര്യങ്ങൾ വളർന്നു കൊടുത്തത്. ചതിക്കപ്പെടുകയായിരുന്നു തീർച്ചയായിട്ടും. അവരുടെ സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി, അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾ കിട്ടാത്തതിന്റെ ഒരു വിദ്വേഷം തീർക്കാൻ വേണ്ടിയൊക്കെ അവർ ചെയ്തു കൊടുത്ത അവർ പറഞ്ഞ ആരോപണങ്ങൾ, അത് ചിലരൊക്കെ അതിനകത്ത് പല നേതാക്കളും പിന്നീട് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അവർ കുറ്റബോധത്തോടെ പറഞ്ഞിട്ടുണ്ട്, തെറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ച് അങ്ങനെ അസംബ്ലിയിൽ പറഞ്ഞത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പിന്നീട് അവർക്ക് ഒരു പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ട്. അങ്ങയുടെ ലേഖനത്തില് കൃത്യമായി ആ സോളാർ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഭാഗം ചിത്രീകരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇടതുപക്ഷം ഒരു കോംപ്രമൈസ്, ഒരു സെറ്റിൽമെന്റിലേക്ക് കടക്കുന്നു. ജോൺ ബ്രിട്ടാസിനെ ഉപയോഗിച്ച് അങ്ങയെ സമീപിക്കുന്നു, അന്ന് അതിനുവേണ്ട ചില ചർച്ചകൾ നടത്തുന്നു. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ആ സമരത്തിൽ നിന്ന് ഒഴിവാകാനുള്ള തീരുമാനമെടുത്തത്? അവർക്ക് എന്താണ് അവിടെ ഒരു ഭയം തോന്നിയത്? ആ ശക്തമായ സമരവുമായി മുന്നോട്ട് പോയാൽ ഉമ്മൻചാണ്ടിയെ കൂടുതൽ കുരുക്കിലാക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക്? അത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും എന്റെ കയ്യിൽ ഒരു ഉത്തരവില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സമരം, ഇത്രയും വലിയ മുന്നൊരുക്കത്തോടു കൂടി
സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇറങ്ങിയിട്ട് സുപ്രഭാതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഉറച്ച മനസ്സോടെ ആവർത്തിക്കുകയാണ്. അന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്നെ വിളിച്ച് നമുക്ക് ഈ സമരം തീർക്കണ്ടേ, ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാമോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിക്കുകയും അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിക്കാൻ പറയുകയും അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ വിളിക്കുകയും ചെയ്താണ് ഈ സമരത്തിന്റെ അന്ന് ഒത്തുതീർക്കാനുള്ള ഒരു അരങ്ങൊരുങ്ങിയത്. അത് പിന്നീട് ജോൺ ബ്രിട്ടാസ് നിഷേധിച്ചിട്ടുണ്ട്. അത് നിഷേധിച്ചാലും വസ്തുതയായിട്ട് തന്നെ നിൽക്കും. പക്ഷെ അത് അദ്ദേഹം നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ആ സമരം ഒത്തുതീർന്നതിനെ കുറിച്ച് പിന്നീട് വന്ന വിശദീകരണം കൂടുതൽ സംശയം ഉണ്ടാക്കുന്നതാണ്. അതായത് ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ട് തങ്ങൾ ചർച്ച നടത്തിയിരുന്നതായി ചെറിയാൻ ഫിലിപ്പും ഒരു പ്രസ്താവന നടത്തി. അത് ഇതുവരെ ജോൺ ബ്രിട്ടാസ് നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഒരു സമരം തുടങ്ങുന്നതിന് മുമ്പ് CPM പോലൊരു പാർട്ടി വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം, വളരെ ആലോചിച്ചെടുത്ത് കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആൾക്കാരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയുടെ രാജി വരെ തുടരാൻ തീരുമാനിച്ച ഒരു സമരം പെട്ടെന്ന് സമരത്തിന്റെ മൂർധന്യത്തിൽ വേണ്ടെന്ന് വെച്ചെങ്കിൽ അതിനു മുമ്പായി തന്നെ ആ സമരം തീർക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് തന്നെ ചർച്ച നടന്നു എന്ന് പറയുന്നെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവരാണ് വിശദീകരിക്കുന്നത്. ഈ TP കേസിന്റെ ഗൂഢാലോചന നടത്തിയ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നു എന്ന ഘട്ടത്തിലാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടതെന്നും അത്തരം ചില നീക്കുപോക്കങ്ങൾ ഉണ്ടായി എന്നും ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം? അങ്ങനെ ആരോപണം ഞാനും കേട്ടിരുന്നു. പക്ഷെ എനിക്ക് അതിനെ സംബന്ധിച്ച് തെളിവില്ല. ഞാനത് വിശ്വസിക്കുന്നുമില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യമേ ഞാൻ പറയുള്ളൂ. അന്ന് ആ സമരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് സമരം തീർന്നതിന്റെ ഒരു പ്രധാന കാരണം ആ സമയത്ത് ആ സമരം 3-4 ദിവസം ഞാനത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. 2-3 ദിവസം തുടർച്ചയായിട്ട് സർക്കാർ അവധി കൊടുത്ത ആ ദിവസങ്ങളിൽ സമരം നിലനിർത്താനുള്ള ബുദ്ധിമുട്ട്, ഇത്രയും ആൾക്കാരെ തിരുവനന്തപുരം പോലെ നഗരത്തിൽ താമസിപ്പിക്കാനുള്ള അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാമാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയ കാരണങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു കാരണം ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ഈ നേരത്തെ വന്ന പ്രസ്താവന. അതായത് സമരം തുടങ്ങുന്നതിന്റെ തലേദിവസം തന്നെ അത് തീർക്കാൻ വേണ്ടി CPM-ലെ അന്ന് ചെറിയാൻ ഫിലിപ്പ് LDF-ലെ ഇടതുപക്ഷത്തായിരുന്നു. ചെറിയാൻ ഫിലിപ്പും ജോൺ ബ്രിട്ടാസും കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടു എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുകയും ജോൺ ബ്രിട്ടാസ് അത് നിഷേധിക്കുകയും ചെയ്യാതിരുന്ന സമയത്ത് എന്തിനു കണ്ടു, എന്തിനാണ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു സമരം തീർക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടത് എന്നുള്ളതിന് അവരാണ് മറുപടി പറയേണ്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്നത് ആ സമരം തീർക്കാൻ വേണ്ടി അന്ന് രാവിലെ ജോൺ ബ്രിട്ടാസ് എന്നെ വിളിച്ചു. ഞാനത് ഒരു പോസ്റ്റ്മാൻ ജോലി പോലെ ഞാനത് മുഖ്യമന്ത്രിക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയുമൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്, സത്യവുമാണ്. ആ സത്യം ആരെത്ര നിഷേധിച്ചാലും അത് സത്യം തന്നെയാണെന്ന് തെളിയിക്കപ്പെടും. ആ സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് ബ്രിട്ടാസ് എന്നെ സംബന്ധിച്ച അദ്ദേഹം പോയി മുഖ്യമന്ത്രിയെ കണ്ട് സമരം തീർക്കാനുള്ള ചർച്ച നടത്തിയെന്ന് പറഞ്ഞതോടുകൂടി ഇത് അടിവരയിടും. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വേട്ടയാടലുകൾക്ക് ഇരയായി ഉമ്മൻചാണ്ടി. അക്കാലഘട്ടത്തിൽ അങ്ങ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മലയാള മനോരമയിൽ ശക്തമായി പ്രവർത്തന നിരതനായിരിക്കുന്ന സമയം ഉമ്മൻചാണ്ടിയുടെ മനോഗതം ഏതെങ്കിലും തലത്തിൽ അടുത്തു നിന്ന് മനസ്സിലാക്കാൻ അങ്ങേ കഴിഞ്ഞിട്ടുണ്ടോ? മരിക്കുന്നത് വരെ ഗണേഷിനെ പോലും അദ്ദേഹം തള്ളി പറഞ്ഞില്ല. ഗണേശനുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ അദ്ദേഹം മരണം വരെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അത്രയധികം വേട്ടയാടലുകൾക്ക് ഇരയാക്കപ്പെട്ടിട്ടും ഉമ്മൻചാണ്ടി പലപ്പോഴും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ചെയ്തത്. ആ മൗനം വാസ്തവത്തിലെ വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തിയില്ലേ? ഉമ്മൻചാണ്ടിയുടെ മൗനത്തിന്റെ ചില കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇപ്പോൾ ഉടനെ പുറത്തിറങ്ങുന്ന സോളാർ വിശേഷം എന്ന പുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തൊന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ ഗുരുതരമായ ആരോപണം ഉണ്ടായ, അല്ലെങ്കിൽ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഗ കുറ്റം ചുമത്തി അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞ അന്ന് രാത്രിയിൽ ഞാൻ അദ്ദേഹത്തെ പുതുപ്പള്ളി ഹൗസിലുള്ള ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈ സോളാർ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത്. എന്നാൽ റിപ്പോർട്ട് പൂർണ്ണമായി ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ച് അതിൻ്റെ കണ്ടന്റ് ആ സമയത്ത് അറിഞ്ഞത്, കാരണം കണ്ടന്റ്
മുഴുവനാന്ന് പിന്നെ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സോളാർ കമ്മീഷനിൽ തന്നെ പിന്നീടൊരു മാറ്റം വന്നു. ഭരണം മാറിയതിനു ശേഷം സോളാർ കമ്മീഷന്റെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വന്നു, ആളുകളുടെ നിലപാടിൽ മാറ്റം വന്നു. കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ്. കമ്മീഷൻ റിപ്പോർട്ടിന് യാതൊരു ഒരു ഉൾക്കനവും ഇല്ലാത്ത, യാതൊരു ബേസും ഇല്ലാത്ത, ഒരു തെളിവുമില്ലാത്ത ഒരു സാധനമാണ്. ഞാൻ ഇതിനകത്ത് കൃത്യമായി പറയുന്നു, ഇതിനകത്ത് യാതൊരു സംഭവമില്ല, അത് പുറത്തു വരും. ഇത് എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം വേറെ കാര്യം എന്നോടന്ന് പറഞ്ഞു, എനിക്കൊരു ഒരു ഒരു ഞാൻ സാധാരണഗതിയിൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനാകുന്ന ആളല്ല. പക്ഷെ ഞാൻ ഒരാളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനായി. അതാരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അത് പിന്നീട് അത് വ്യക്തമായിട്ടുണ്ട് അതാരാണെന്നുള്ളത്. അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് മാത്രമാണ് അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായ ആ ബ്ലാക്ക് മെയിലിംഗ്. അദ്ദേഹം വിധേയായത് ഒരു പിന്നെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയോ, അതെ, ഞാനത് പിന്നെ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി, ഒന്നിലേറെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, ഒരുപക്ഷെ ആ ഭരണം പെട്ടെന്ന് പിന്നെ തകർന്നു പോരുന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ അദ്ദേഹം എടുത്ത ഒരു വലിയ തീരുമാനമാണ്. ആ തീരുമാനം അവസാനം വരെ നിലനിർത്താൻ പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി പിന്നെ ബുദ്ധിമുട്ടുകളുണ്ടായി. അദ്ദേഹത്തിന് ഒത്തിരി ആരോപണങ്ങളുണ്ടായി, സംശയങ്ങളുണ്ടായി. പക്ഷെ എന്നോട് പറഞ്ഞ നേതാക്കളും ഇടതുപക്ഷത്തുള്ള പറഞ്ഞ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ആ ഒറ്റ കാര്യം നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇത്രയേറെ പീഡനം സഹിക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു. അത്ര എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റും. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM, ദേശാഭിമാനിയൊക്കെ സ്ഥിരമായി കോൺഗ്രസിൽ ഒരു വിഭാഗവും ആരോപണം ഉന്നയിക്കുന്നത് മനോരമ പലപ്പോഴും ഉമ്മൻചാണ്ടിയെ സംരക്ഷിച്ചു നിർത്തി, ഉമ്മൻചാണ്ടിയെ വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് മനോരമയ്ക്കാണ്. ഈ ചാരക്കേസ് കഴിഞ്ഞ് സോളാർ കേസിലേക്ക് തിരിയുന്ന ഘട്ടത്തിൽ ചാരക്കേസിൽ മനോരമ കൃത്യമായ നിലപാടെടുത്തിരുന്നു. സോളാർ കേസിൽ പക്ഷെ ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ മനോരമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിന്റെ ഒരു നയമാറ്റം എന്തായിരുന്നു കാരണം? അല്ല, സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു വ്യക്തിയെ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി മനോരമ ശ്രമിച്ചായിട്ട് എനിക്കറിയില്ല. മനോരമ ചെയ്തിരുന്ന സംഗതി ചാരക്കേസിലാണെങ്കിലും ശരി, ഈ സോളാർ കേസിലാണെങ്കിലും ശരി, വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തൊരു കാര്യത്തിൽ കൊടുക്കുന്ന വാർത്തയെ സംബന്ധിച്ച് അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ കൈവശമില്ലാത്ത വാർത്തകൾ മനോരമ സാറിന് കൊടുക്കാറില്ല. ഈ സോളാർ കേസിനെ സംബന്ധിച്ച് ഇത്രയേറെ മാധ്യമ ആഘോഷിച്ചപ്പോൾ പോലും മനോരമ, പ്രത്യേകിച്ച് പത്രം, അക്കാര്യത്തിൽ വളരെയേറെ ഒരു റിസർവേഷൻ പുലർത്തി വളരെ വളരെ ഒരു നിയന്ത്രണത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് കണ്ടത്. അല്ലാതെ ഉമ്മൻചാണ്ടിയെ സംരക്ഷിച്ചില്ല എന്നുള്ളതൊന്നും ശരിയായ കാര്യമല്ല. പിന്നെ വേറെ വശത്തിൽ മാധ്യമങ്ങൾ തമ്മിലുള്ള കടുത്ത മത്സരം, ചാനലുകൾ തമ്മിലുള്ള മത്സരം, ഇതെല്ലാം വരുന്ന സമയത്ത് പഴയതുപോലെ നമുക്ക് വാർത്തകളൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഏത് വാർത്തയും ആര് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എല്ലാ വാർത്തയും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ എല്ലാ വാർത്തകളും മനോരമയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനോരമയായിട്ട് വാർത്തകൾ പഠിച്ചുണ്ടാക്കി കൊടുത്തിട്ടില്ല. അത് സോളാർ കേസിലും ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാം. സോളാർ കേസിൽ നമ്മൾ CPM-നെ പഴി പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് കോൺഗ്രസിലെ തന്നെ ഒരു വലിയ വിഭാഗം, ഒരു ഗ്രൂപ്പ് ശക്തമായ കരുനീക്കങ്ങൾ അക്കാലത്ത് നടത്തി. ഈ വിവരങ്ങളും അങ്ങയുടെ പുസ്തകത്തിൽ തുറന്നെഴുതുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കരുനീക്കങ്ങൾ നടത്തി എന്നുള്ളതിന് സംസാരത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലാതെ, ഉദാഹരണത്തിന് സരിത തന്നെ ചില ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ആരോപണം ഉന്നയിച്ച സരിത തന്നെ അതിന് തെളിവുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. CPM പോലെ അങ്ങനെ ഒരു പിന്നെ ഒരു എന്താ പറയുന്നത്, ഏക വ്യക്തി അധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു പാർട്ടിയല്ല, അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു അയൺ കർട്ടനുള്ള ഒരു പാർട്ടിയല്ല. അപ്പൊ എല്ലാവരും അതിനകത്ത് പല അഭിപ്രായങ്ങൾ പറയും, പല നിലപാടെടുക്കും, അതൊക്കെ പരസ്യമായിട്ട് പറയും. അങ്ങനെ വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടല്ലാതെ ചില സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ചിലർ അതിന് വിരുദ്ധമായിട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. സോളാർ കേസിൽ ചില ട്വിസ്റ്റുകൾ, മല്ലയിൽ ശ്രീധരൻ നായർ ഒരു ചാനൽ 4-ൽ ഇരുന്ന് ആദ്യമായി ഉമ്മൻചാണ്ടിക്കെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ട്രേഡ് യൂണിയൻ നേതാവാണെന്നും കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രബലനായ ഗ്രൂപ്പ് എതിരാളി നേതാവാണ് അതിനുവേണ്ട ചരടുവലികൾ നടത്തിയതെന്നും അന്നേ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് വിശദമായി പഠിച്ചിരുന്നോ? അതിൽ നിലപാട് എടുത്തിട്ടുണ്ടോ പുസ്തകം? ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പരാമർശനമുണ്ട്. അത് പേര് പറഞ്ഞു തന്നെയാണ്? അതെ, പേര് പറഞ്ഞു തന്നെയാണ്. ആരുടെ പേരാണ്? അതല്ല, ഞാൻ ഈ മലയാളി ശ്രീധരൻ നായരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് തെളിവില്ലാത്ത കാര്യമായതുകൊണ്ട് അതായത്. പക്ഷെ ഒരു കാര്യം ബോധ്യമാണ്, ആ പറഞ്ഞതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലായിരുന്നു. മലയാളി ശ്രീധരൻ നായരുടെ കേസ്
വസ്തുതാപരമല്ലെന്ന് കോടതി തന്നെ കണ്ടെത്തി അത് നിരാകരിച്ചിട്ടുണ്ട്. മല്ലേരി ശ്രീധരനായരുടെ കേസ് അക്കമിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അത് ശരിയല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് എൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പം ഞാൻ അതിനകത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നതിൽ അർത്ഥമില്ല. കാരണം നമുക്കത് വളരെ വ്യക്തമായിട്ട് എനിക്ക് തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ പുസ്തകത്തിൽ. കേരളത്തിൽ ഇത്രയധികം വേട്ടയാടലുകൾക്ക് വിധേയനാക്കപ്പെട്ട ഒരു ഭരണാധികാരി ഇതിനു മുമ്പോ അതിനു ശേഷമോ ഉണ്ടായിട്ടുള്ളൂ ഉമ്മൻചാണ്ടിയുടെ അത്ര? കാരണം അഴിമതി തലത്തിലുള്ള ആരോപണങ്ങൾ, ഇപ്പുറത്ത് സ്ത്രീ പീഡകൻ എന്നുള്ള ആരോപണം, അതും ഏറ്റവും മ്ലേച്ഛമായ തലത്തിൽ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹം പ്രകൃതി വിരുദ്ധ ഇടപെടലുകൾ നടത്തി എന്ന് വരെയാണ് പറഞ്ഞു വെച്ചിരുന്ന എതിരാളികൾ. ഇതെല്ലാം ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി വളരെ ഒരു വിശുദ്ധനാക്കപ്പെട്ടാണ് മരണത്തിലേക്ക് നീങ്ങിയത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ ചോദ്യമുള്ള പുസ്തകമാണ്. എനിക്കൊന്ന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കി, അല്ലെ ബലാത്സംഗ കേസിൽ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പിന്നീട് വരുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. വാസ്തവത്തില് അതിന് ഒരു തെളിവുമില്ലാതെയാണ് അത് ചെയ്തത്. കാരണം ആ കമ്മീഷൻ റിപ്പോർട്ട്, ഞാൻ ഈ പുസ്തകം എഴുതാനുള്ള കാരണം തന്നെ, എനിക്ക് ഈ പുസ്തകം എഴുതണോ വേണ്ടി ഞാൻ പലതവണ ആലോചിച്ചാണ്. പക്ഷെ ഞാൻ ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രമാത്രം പൊള്ളയായ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് ഈ അന്വേഷണം അന്ന് പ്രഖ്യാപിക്കത്തില്ലായിരുന്നു. അദ്ദേഹം അത് വായിച്ചിട്ടില്ല എന്നെ വിചാരം. ആരോ അതിനെക്കുറിച്ച് കൊടുത്ത നോട്ട്സ് മാത്രമാണ് അദ്ദേഹം അന്ന് വായിച്ചത്. ആ നോട്ട്സ് എഴുതിയവർക്കുള്ള രാഷ്ട്രീയ താല്പര്യം അതിനകത്ത് വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അദ്ദേഹം ആ അന്വേഷണം പ്രഖ്യാപിച്ചു. 4 കേസുകളാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എടുക്കാൻ വേണ്ടി അന്ന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് പിണറായി വിജയൻ പറഞ്ഞത്. ഒരൊറ്റ കേസ് പോലും എടുത്തില്ല എന്നുള്ളതാണ്. അതായത് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒറ്റ കേസ് പോലും എടുക്കാൻ കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിരുന്നല്ല, അതിനുള്ള തെളിവില്ല. അത് അല്ല, രണ്ടാം ഘട്ടം ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല എന്നുള്ള. ആദ്യഘട്ടത്തില് ഉദ്യോഗസ്ഥന്മാര് ഇത് എത്തുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റിന് മനസ്സിലായി, മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഈ കേസ് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് ലീഗൽ റിപ്പോർട്ട് തേടി. അന്നത്തെ അർജിത് പസായത്ത് എന്ന് പറയുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ റിപ്പോർട്ട് തേടി. സുപ്രീം കോടതി ജഡ്ജിയുടെ റിപ്പോർട്ട് എടുത്ത് വായിച്ചാൽ മതി, ഇതിന്മേൽ ഒരു കേസും എടുക്കാൻ പറ്റില്ല, ഈ റിപ്പോർട്ട് ഒരു തരത്തിലുള്ള തെളിവ് നൽകുന്നതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതോടെയാണ് അന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം പ്രഖ്യാപിച്ചിട്ട് അതിൽ ഒരു അന്വേഷണം പോലും നടത്തായിരുന്നത്. നിങ്ങൾക്ക് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ആരും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ആ കേസ്, പിന്നീട് എന്തുകൊണ്ട് കേസ് എടുത്തില്ല. അതിനുശേഷമാണ് ഈ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത് പോലീസ് അന്വേഷിക്കുന്നത്. അത് ആദ്യം പ്രഖ്യാപിച്ച കേസുകളൊന്നുമല്ല രണ്ടാമത് അന്വേഷിച്ചത്. അതിലെന്റെ പുസ്തകത്തിൽ വിശദമായിട്ട് പറയും. ഈ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പിണറായി വിജയന് ഉമ്മൻചാണ്ടിയോടുള്ള പക പ്രകടമാണ്. അത് പഴയ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടതിലുള്ള പകയാണോ? ഇന്നലെ വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കുക പോലും ചെയ്യാത്ത പിണറായി വിജയന് ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് തീർത്താൽ തീരാത്ത പകയുണ്ടെന്ന് വ്യക്തമാണ്. ഈ സോളാർ കേസ് CBIക്ക് കൈമാറുന്നതിൽ, ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പല ആരോപണങ്ങളിൽ, വളരെ ആസൂത്രിതമായ ഇവരുടെ നീക്കങ്ങളിലൊക്കെ ഒരു വ്യക്തിപരമായ പക അടങ്ങിയിട്ടുണ്ടോ? അതെ, ശരിയാണ്. അത് ഈ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടതിൽ എനിക്ക് തോന്നുന്നത് പിണറായിക്ക് ഭയങ്കരമായ ഉദ്വേഷം ഉമ്മൻചാണ്ടിയോട് ഉണ്ടായിരുന്നു. അതിന് കാരണം ഇതുപോലെ ഈ 2 സോളാർ കേസും ലാവ്ലിൻ കേസുമായിട്ട് ചില സാമ്യമുണ്ട്. ഒന്ന്, രണ്ടും വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ട് പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് വന്നതാണ്. രണ്ടും ഒരു മന്ത്രിസഭയുടെ അവസാന കാലത്താണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ചില സമാനതകളുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ താല്പര്യപ്രകാരമാണ് ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടതെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇത്ര ഒരു വിദ്വേഷം കാണിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടെ ചെയ്തൊന്നുമല്ല, അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ അത് സംഭവിച്ചാണെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടതിന്റെ ഒരു അനിഷ്ടം, പക്ഷേ ഒരു പക തന്നെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കണം. ഇപ്പം എനിക്ക് തോന്നുന്നു ആ പകയുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാഞ്ഞത്, ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാഞ്ഞത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പല ധാരണകളും മാറിയെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ കോൺഗ്രസ് സംഘടനയുടെ തകർച്ചയ്ക്കും ഇടക്കാലത്ത്, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നു എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു,
പക്ഷെ കഴിഞ്ഞ ഒരു 8 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് സംഘടനയുടെയും UDF-ന്റെയും തകർച്ച അത് ഉമ്മൻചാണ്ടിയുടെ ഒരു പതനത്തിൽ നിന്നല്ലേ തുടങ്ങിയത്? കോൺഗ്രസ് അങ്ങനെ തകർന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഉമ്മൻചാണ്ടി ഇല്ലാതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണം തന്നെയാണ്. ഇതെല്ലാ തരത്തിലും അതെ. കാരണം ഇത്രമാത്രം ജനങ്ങളുമായിട്ട് ബന്ധമുള്ള, ഇത്രയേറെ എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് അറിയില്ല. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം, ഉമ്മൻചാണ്ടിയുടെ മരണം കോൺഗ്രസിന് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് തകരാനൊന്നും പോകുന്നില്ല. കോൺഗ്രസ് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ കാലത്ത് ഇതൊരു ദേശീയ പാർട്ടിയാണ്. ഓരോ കാലത്ത് ഓരോ നേതാക്കളെ എമർജ് ചെയ്തു വന്ന പാർട്ടിയെ മരണത്തിലൂടെ പ്രതിയോഗികളെ തോൽപ്പിക്കുന്ന ഉമ്മൻചാണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു. ഇപ്പോഴത്തെ വിഴിഞ്ഞത്ത് പോലും ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്നു സാധാരണ പൊതുസമൂഹത്തിന്. ഉമ്മൻചാണ്ടി മരിച്ച 1 വർഷമാകുന്നു, പക്ഷെ ഇപ്പോഴും ആ ഒരു വികാരം അതേ തലങ്ങളിൽ നിൽക്കുന്നു. അതിന്റെ കാരണം എനിക്കൊന്നും ഉമ്മൻചാണ്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. അന്ന് പിന്നെ വിലാപയാത്ര കടന്നു പോകുന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ എന്തൊരു അത്ഭുതത്തോടെയാണ് അത് വീക്ഷിച്ചത്. ഒരു നേതാവിന് കിട്ടാത്ത തരത്തിൽ ഇത്രമാത്രം വലിയൊരു സ്നേഹാദരവ്. അന്നാണ് ശരിക്കും എല്ലാവരും റിയലൈസ് ചെയ്തത് ആരാണ് ഉമ്മൻചാണ്ടി എന്ന്. ഉത്തരേന്ത്യയിൽ പോലും ഞാനൊന്ന് കേട്ട ഒരു കഥ, ആദ്യത്തെ ദിവസം ഉമ്മൻചാണ്ടിയുടെ മരണം ഒരു ചെറിയ വാർത്തയായിട്ട് കൊടുത്ത പത്രങ്ങള് പിറ്റേ ദിവസം ഇവിടുത്തെ വിലാപയാത്ര കണ്ടിട്ട് 1-ാം പേജിൽ 3-4 കോളത്തിലാണ് കൊടുത്തത്, ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ. അവർ പോലും റിയലൈസ് ചെയ്തപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ഉമ്മൻചാണ്ടിക്ക് ഇത്രമാത്രം ജനങ്ങളുടെ പിന്തുണയും ആരാധനയും ഉണ്ടായിരുന്നു. ഈ സോളാർ കേസും എല്ലാം വന്നിട്ട് എന്ന് മനസ്സിലാക്കിയത് പോലും ആ വിലാപയാത്ര കണ്ടപ്പോഴാണ്. അപ്പം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തില് ഇത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ച, ഇത്രമാത്രം ജനങ്ങളുടെ ദുഃഖത്തിൽ അവരോടൊപ്പം നിന്ന എണ്ണി പറയാൻ എന്തുമാത്രം കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിയുള്ളത്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തില് എനിക്ക് ഒത്തിരി നേതാക്കളുമായിട്ട് പരിചയമുണ്ട്. ഒത്തിരി നല്ല നേതാക്കളെ എനിക്കറിയാം. വളരെ നല്ല ബന്ധം അവരുമായിട്ടുണ്ട്. പലരും പലരെയും സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ അടുത്തൊരു ഒരാളുടെ ഒരു വിഷയം പറഞ്ഞാൽ ആരുമായിക്കോട്ടെ, ഏത് സാധാരണക്കാരനും ആയിക്കോട്ടെ, അത് ആ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സ്, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ എനിക്ക് എണ്ണി പറയാൻ ഇഷ്ടംപോലെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് ആർക്കും വേണ്ടിയല്ല, അതാരും എവിടെ എഴുതി വെക്കാതെ എവിടെയും രേഖപ്പെടുത്താതെ പോകുന്ന ഒത്തിരി നല്ല അനുഭവങ്ങൾ എനിക്കും എന്റെ വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. അത് പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തതല്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള എനിക്ക് ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം, എനിക്ക് സമയമുണ്ടെങ്കിൽ. ഒരിക്കല് എനിക്കൊരു കത്ത് എന്റെ മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന മുഹമ്മദ് സാർ എനിക്ക് അയച്ചു തന്നൊരു കത്ത്. ആ കത്ത് ഒരു വിധവയായ ഒരു സ്ത്രീയുടെ ഒരു കത്താണ്. അദ്ദേഹം എനിക്ക് അയച്ചത് ഉമ്മൻചാണ്ടിക്ക് ഒന്ന് കൊടുത്ത് അതിനകത്ത് എന്തെങ്കിലും വാർത്തയൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. പല കത്തുകളും വരുമ്പോൾ അതിനകത്ത് പത്രത്തിൽ കൊടുക്കാൻ പറ്റുന്നൊന്നും ആയില്ലെങ്കിൽ അത് ഞാൻ അയച്ചു തരും. അപ്പോൾ അദ്ദേഹം കത്ത് തന്നപ്പോൾ ഞാനത് ഉമ്മൻചാണ്ടിയുടെ കൊടുത്തു. വിഷയം എന്ന് വെച്ചാൽ പിന്നെ മലപ്പുറത്ത് നയിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് 4 സെന്റ് സ്ഥലമുണ്ട്, പക്ഷെ അതിന് പട്ടയം കിട്ടിയിട്ടില്ല. അതിങ്ങനെ ചുവപ്പ് നാടയിൽ കുലിയും കിടക്കുകയാണ്. അവർക്ക് വേറെ ഒന്നും സ്വത്തുമില്ല, ഒന്നുമില്ല എന്നൊക്കെയാണ്. ഞാനിത് പുള്ളിയുടെ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാനത് മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എനിക്കൊരു കോൾ വന്നു. ഇങ്ങനെ ഒരു കത്ത് താങ്കൾ കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവിടുത്തെ കളക്ടറോട് അന്വേഷിച്ചു. അപ്പൊ മലപ്പുറത്തെ കളക്ടർ പറഞ്ഞു അവര് ഈ സ്ത്രീയെ കണ്ടുപിടിച്ചു. അപ്പൊ ഈ വസ്തു കിടക്കുന്നത് മലപ്പുറത്തല്ല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ ചേർത്തല മലപ്പുഴയിലെ കളക്ടർക്ക് അയച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, വേണം ഇത് ഞാൻ വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് നടപടി എടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത വിളി എനിക്ക് വന്നു. ഈ കത്ത് ഇത് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ കത്ത് പിന്നെ പറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടെത്തി ആ സ്ത്രീ ആയിട്ട് സംസാരിച്ചു. അപ്പൊ അതിന് ഉടനെ തന്നെ അത് പട്ടയം കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. 3ാമത്തെ വിളി എനിക്ക് വന്നു. നിങ്ങളുടെ പിന്നെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീക്ക് പട്ടയം കൊടുത്തിരിക്കുന്നു. ഞാൻ അന്ന് രാത്രി നന്ദി പറയാൻ വേണ്ടി ഞാൻ ഉമ്മൻചാണ്ടിയെ ചെന്ന് കാണുന്നത് പിന്നെ ക്ലിഫ് ഹൗസിൽ രാത്രി അന്നൊരു 11 മണിയായി. ഞാൻ 10 മണി കഴിഞ്ഞു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ക്ലിഫ് ഹൗസിൽ കയറിയപ്പോൾ അദ്ദേഹം മുറിയുന്ന ഫയൽ നോക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാ സംഗതി, ഒരു സ്ത്രീയുടെ ഇതുണ്ട്, അപ്പം അത് ചെയ്തു, അതിന് ഞാൻ താങ്ക്സ്, എനിക്കെന്താ താങ്ക്സ് പറയാനെന്ന് പുള്ളിയോട് പറഞ്ഞു. അതല്ല, ഞാൻ ഇത്രയും ഇങ്ങനെ ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല, ആ ഒരു വലിയ ചെറിയൊരു കാര്യം. അപ്പൊ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരാൻ നമ്മൾ ചെയ്തു പോകാറുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ചെറിയ കാര്യം പോലും പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് അന്ന് അത്
ഈ സംഭവം ഈ സ്ഥലം പിന്നെ മലപ്പുറത്തല്ല എന്ന് പറഞ്ഞ് വസ്തുതയിൽ ഉമ്മൻചാണ്ടിക്ക് അവസാനിപ്പിക്കാമായിരുന്നു, മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഓഫീസിന് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അവരെ പിന്തുടർന്ന് നടപ്പാക്കി. ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു ജനകീയത, പെരുമാറ്റ ശൈലി, സംസാര രീതി അതിപ്പോൾ ജനങ്ങൾ ഈ പിണറായി വിജയനുമായി താരതമ്യം ചെയ്യുന്നു. അവിടെയാണ് പിണറായി വിജയൻ ഏറ്റവും വലിയ ഭരണവിരുദ്ധത ഇപ്പോൾ നേരിടുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും ജനങ്ങളുമായി സമ്പർക്കമില്ലായ്മയെ കുറിച്ചും ഒക്കെ ഏറ്റവും വലിയ ചർച്ചകൾ വരുന്നത് ഈ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഈ കമ്പാരിസൺ അല്ലേ? തീർച്ചയായിട്ടും ഞാനത് വളരെ നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പിണറായി വിജയന്റെ ഒരു ഭരണശൈലിയാണത്, അല്ലെങ്കിൽ CPM-ന്റെ ഒരു രീതിയാണ്. പക്ഷെ ഈ ഭരണ രീതി കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ഒരു നേതാവെന്ന് ഏത് പാർട്ടിയാണെങ്കിലും ശരി ജനങ്ങളുമായിട്ട് ഇടപഴകുകയും ജനങ്ങളോട് കുറച്ചുകൂടെ ഒരു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു നേതാവിനെയാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം. അത് പിണറായി വിജയന്റെ പലപ്പോഴുള്ള നിലപാടുകൾ, പിന്നെ ഈ സെക്രട്ടേറിയറ്റിലെ മാധ്യമങ്ങൾക്കുള്ള വിലക്ക്, ഞങ്ങളൊക്കെ പത്രപ്രവർത്തനം നടത്തിയ കാലത്ത് അങ്ങനത്തെ വിലക്കില്ലായിരുന്നു. വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെയുള്ള രഹസ്യങ്ങളെല്ലാം ചോർത്തി പത്രത്തിൽ കൊടുത്താൽ ഉടനെ സർക്കാർ വിടുന്നുള്ളതല്ല. ഇത്തരം കാര്യങ്ങൾ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ വരുന്നത് വസ്തു സർക്കാർ ഗുണമായിട്ട് പോസിറ്റീവായിട്ട് കാണണം. കാരണം തെറ്റായ കാര്യങ്ങൾ അറിയാൻ തിരുത്താനുള്ളൊരു അവസരം കൂടിയാണ്. അങ്ങനെ പറയുന്നത് തിരുത്തപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചൊരു അയൽക്കാട്ടം ഇട്ട് കഴിഞ്ഞാല് ഇതെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞ് ഇതിന്റെ ഒരു ബോംബ് പോലെ പൊട്ടുമ്പോഴായിരിക്കും ജനം അറിയുന്നത്. അപ്പൊ പിന്നെ ആർക്കും ഇതൊന്നും ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കത്തില്ല. അപ്പൊ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞാൽ പക്ഷെ ഉമ്മൻചാണ്ടി ഒരു പരിധിക്കപ്പുറത്തേക്ക് ഓഫീസ് തുറന്നിട്ട് കൊടുത്തു എന്ന് പറയാം. ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ പോലും ആളുകൾ കയറി ഇരുന്ന അവസ്ഥ കണ്ടപ്പോൾ പറ്റുമെന്ന് വിമർശിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത്? പല കാര്യങ്ങളിലും എനിക്ക് അഭിപ്രായം തോന്നിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇത്രമാത്രം ഒരു സ്വന്തം ഓഫീസിന് ഇത്രയും ഒരു ഓപ്പൺ അപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ജനം കമ്പയർ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ വലിപ്പം ജനം മനസ്സിലാക്കി താരതമ്യം ചെയ്യുകയും മക്കളൊന്നും ഭരണത്തിൽ അക്കാലത്ത് എത്ര കണ്ട് ഇടപെട്ടിരുന്നില്ല. നമ്മൾ അക്കാലത്ത് അത്തരം വാർത്തകളിലേക്കൊന്നും ശ്രദ്ധ ചെലുത്താൻ അല്ലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന്റെ മകളെ കുറിച്ചും മകനെ കുറിച്ചും ഒക്കെ വാർത്തകൾ വരുന്നു. പക്ഷെ അക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മക്കളെ കുറിച്ച് അത്തരം വാർത്തകളൊന്നും ഇല്ലായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി മക്കളെ കുറിച്ച് സോളാർ കാലത്ത് വന്നു. ഉമ്മൻചാണ്ടി മക്കളെ കുറിച്ച് സോളാർ കാലത്ത് ഇതിനപ്പുറത്തേക്കുള്ള വാർത്തകളല്ലേ വന്നത്. ഇതിനകത്ത് വ്യത്യാസം കണ്ടത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടോ ഉമ്മൻചാണ്ടി മക്കൾക്കെതിരായിട്ടോ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടില്ല. ചാണ്ടിയുമ്മനെതിരായിട്ട് എന്തെല്ലോ പറഞ്ഞത്. ചാണ്ടിയുമ്മന് അമേരിക്കയിൽ എന്തോ വലിയൊരു സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും തെളിയിക്കപ്പെട്ടോ? ഒരാരോപണം തെളിയിച്ചില്ല എന്നുള്ളതാണ്. ഒരാരോപണം തെളിയിക്കാൻ കഴിയും. വ്യക്തിപരമായി ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായില്ല. ഇപ്പൊ മകന്റെ ചാണ്ടിയുമ്മൻ MLA ആയി എന്നത് മാറ്റി നിർത്തിയാൽ അക്കാലത്ത് ചാണ്ടിയുമ്മന് നേർക്ക് ഉയർന്ന ആരോപണം, ചാണ്ടിയുമ്മന്റെ വിവാഹം പോലും പൊളിഞ്ഞുപോയി എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. വ്യക്തിപരമായി ഉമ്മൻചാണ്ടി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? ഉമ്മൻചാണ്ടിയും ആ കുടുംബം ഒത്തിരി ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. വാസ്തവത്തില് ഞാനിപ്പോഴും ഓർക്കുന്ന രംഗമുണ്ട്. അന്ന് രാത്രി ഞാൻ പുതുപ്പള്ളി ഹൗസിൽ ഇരിക്കുമ്പം ഉമ്മൻചാണ്ടി കയറി വരികയാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വന്നത്. അദ്ദേഹം കയറി വരുമ്പം ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു, 2 തവണ കേരളത്തിന് മുഖ്യമന്ത്രിയായ ആള്, 50 വർഷം കേരളത്തിന്റെ MLA ആയിരുന്ന ഒരാള്, പിന്നെ അദൃശ്യമായ ഒരു മുൾക്കിരീടം അദ്ദേഹത്തിന്റെ തലയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഈ മനുഷ്യൻ ഇത് അർഹിക്കുന്നുണ്ടോ? ഈ അഴിമതി ആരോപണം നമുക്ക് മനസ്സിലാക്കാം, സാമ്പത്തിക ആരോപണം മനസ്സിലാക്കാം. ഒരു ബലാത്സംഗ കേസിന്റെ കൂടെ പ്രതിയാക്കി ഈ മനുഷ്യനോട് കാണിച്ചത് അനീതിയായി പോയില്ല അന്ന് എനിക്ക് വിഷമം തോന്നി. പക്ഷെ ജനം അതിന് മറുപടി കൊടുത്തു. ജനമാണ് അദ്ദേഹത്തിന് മരണശേഷമാണെങ്കിൽ പോലും ഈ ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല, അദ്ദേഹത്തിന് കണ്ണീർ പൂക്കൾ കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തുകൊണ്ട് ജനം അതിന് പ്രകാരം ചെയ്തു തന്നെ കാണുന്നത്. ഉമ്മൻചാണ്ടിയെ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ശൈലി ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരളത്തിന്റെ ചരിത്രത്തിന് എങ്ങനെ തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.